എടി എന്താ മനുഷ്യ ഇവിടെ പ്ലാസ്റ്റിക് കത്തിച്ചു. ഞാൻ എല്ലാ മാസം കൃത്യമായി ഹരിതകർമ്മസേനക്ക് പ്ലാസ്റ്റിക് ആയി മാറുന്നത് നിങ്ങൾ കാണാറില്ലേ? നിങ്ങൾ ഏത് നേരം ഫോണിൽ തോണ്ടി കുത്തിരി ഞാൻ എന്നിട്ടാണ് കാണുമോ? പിന്നത് എവിടുന്ന മണക്കുന്നത്? എടി ഇങ്ങോട്ടാ, ഇതാ നോക്ക്, മൃദുലയാ കത്തിക്കുന്നത്. ഈ ഇങ്ങോട്ട് വാ. എടി എന്താ ഈ കാണിക്കുന്നത്? പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? പ്ലാസ്റ്റിക് ഹരിതകർമ്മസേന കൊടുത്താ പോരെ? അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പാലിന്റെയും മീനിന്റെയും ഫുഡ് പാർസൽ വന്നതിന്റെയും ഒക്കെ കവറുകളാണ്. അത് ക്ലീൻ ചെയ്താലേ അവരെടുക്കുള്ളൂ. അതിനൊന്നും എനിക്കിപ്പോ നേരെയില്ല. ഞാൻ അങ്ങോട്ട് കൂട്ടി കത്തിക്കും. അയൽവാസികളെല്ലാം കൂടെ തന്നെ രാവിലെ എന്താ പരിപാടി? ഒന്നുമില്ല മാഷേ, കുറച്ച് പ്ലാസ്റ്റിക് കത്തിച്ചതിന്റെ പ്രശ്ന. പ്ലാസ്റ്റിക് കത്തിച്ചുണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഡയോക്സിനുകൾ, ഫ്യൂറാൻ തുടങ്ങിയ മാരക വസ്തുക്കൾ അന്തരീക്ഷത്തിലേക്ക് കലരുന്നത്. ഇവ മണ്ണിലും വെള്ളത്തിലും വായുവിലും കൂടി അവസാനം നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. അത് മാരകമായ രോഗങ്ങൾക്ക് കാരണമാക്കും. നേരോ? ഈ മാരകമായ രാസവസ്തുക്കൾ ക്യാൻസർ, ശ്വാസകോശ രോഗങ്ങൾ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്കാണ് കാരണമായി മാറുന്നത്. അതുമാത്രമല്ല, പ്ലാസ്റ്റിക് കത്തിക്കുന്നതിന്റെ വീഡിയോ, ഫോട്ടോ എങ്ങാനും കോർപ്പറേഷൻ ഹെൽത്ത് സ്ക്വാഡിന്റെ കയ്യിൽ കിട്ടിയ പണി വേറെ ഒരു 50,000 രൂപ വരെ പിഴ ഈടാക്കാനുള്ള വകുപ്പാ. കയ്യിൽ ധാരാളം പൈസ ഉണ്ടാവില്ലേ? എന്നാ പിന്നെ കത്തിച്ചോ. അയ്യോ, പ്ലാസ്റ്റിക് കത്തിക്കരുത്. ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, വരും തലമുറയുടേത് കൂടെയാണ്. മാലിന്യമുക്ത കോഴിക്കോടിനായി നമുക്ക് അണിചേരാം. അഴക് 7 അഴകിലേക്ക് കോഴിക്കോട്.